ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ബേസിൽ ജോസഫിനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത നുണക്കുഴി ആ സിനിമയുടെ ആദ്യ പ്രധാനപ്പെട്ട ആഴ്ചയിലെ ദിവസമായ ഞായറാഴ്ചയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ സിനിമ ഇപ്പോഴത്തെ കളക്ഷൻ വർധനയും നേടിയെടുത്തിരിക്കുകയാണ്. ഇന്നലെ ഇതേ സമയം 46 ലക്ഷത്തിന് മുകളിലായിരുന്നു സിനിമയുടെ കേരള ട്രാക്കിംഗ് ഗ്രോസ് എങ്കിൽ ഇന്നത് 76 ലക്ഷത്തിന് മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ആദ്യ ഞായറാഴ്ച 1,50,00,000 മുകളിലെ ഗ്രോസ് കളക്ഷൻ ഉറപ്പാക്കിയ സിനിമ അങ്ങനെ ഇന്നത്തോടെ 5,50,00,000 6 കോടി റേഞ്ചിലേക്ക് വെറും 4 ദിവസങ്ങൾ കൊണ്ട് കേരള ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കുന്നതാണ്. അതേസമയം ചിത്രത്തിന് ഓവർസീസ് രാജ്യങ്ങളിൽ കേരളത്തിനേക്കാൾ മികച്ചൊരു കളക്ഷൻ വർധന ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. 10 കോടിയല്ല 12 കോടിയിലേക്ക് സിനിമയുടെ ആദ്യ 4 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് എത്തപ്പെടുമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. 5-10 കോടി റേഞ്ചിൽ ബഡ്ജറ്റ് കണക്കാക്കുന്ന ഈ ഡാർക്ക് കോമഡി ഫാമിലി എന്റർടൈനർ സിനിമ ഒരുപാട് വലിയ താരനിര ഭാഗമായ സിനിമ തിയേറ്ററുകളിലെ ക്ലീൻ ഹിറ്റ് സ്റ്റാറ്റസ് ഉറപ്പാക്കിയിരിക്കുകയാണ്. ഫാലമിക്ക് ശേഷം വീണ്ടും ബേസിൽ നായകനെത്തിയ അടുത്ത സിനിമ തിയേറ്ററുകളിൽ വിജയിക്കുന്നു. സംവിധായകൻ ജിത്തു ജോസഫിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തുടർച്ചയായി വിജയിക്കുന്ന അടുത്ത 2020 ശേഷമുള്ള സിനിമ കൂടിയായിട്ട് ജിത്തുവിന് നുണക്കുഴി എന്ന സിനിമയും മാറുകയാണ്. അപ്പോൾ കാത്തിരിക്കൂ അടുത്ത ദിവസങ്ങളിലെ നുണക്കുഴി ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക്.